അരുവിയിൽ അലകളിൽ സ്വപ്നം പോലെ, കരളിലെ മലരതിൽ കുളിരല പോലെ വന്നു നീ അരികിൽ, ചിരി തന്നു പൂമഴയായി. അരുവിയിൽ അലകളിൽ സ്വപ്നം പോലെ, കരളിലെ മലരതിൽ കുളിരല പോലെ വന്നു നീ അരികിൽ, ചിരി തന്നു പൂമഴയായി. മഞ്ഞല പോലെ പാറിപ്പോകും കുളിരല ഞാനല്ലേ, മധുവിധുവായി നീ കൂടെ പോന്നാൽ കൂട്ടിന് ഞാനില്ലേ. മഞ്ഞല പോലെ പാറിപ്പോകും കുളിരല ഞാനല്ലേ, മധുവിധുവായി നീ കൂടെ പോന്നാൽ കൂട്ടിനു ഞാനില്ലേ. അരുവിയിൽ അലകളിൽ സ്വപ്നം പോലെ, കരളിലെ മലരതിൽ കുളിരല പോലെ വന്നു നീ അരികിൽ, ചിരി തന്നു പൂമഴയായി. മഞ്ഞല പോലെ പാറിപ്പോകും കുളിരല ഞാനല്ലേ, മധുവിധുവായി നീ കൂടെ പോന്നാൽ കൂട്ടിന് ഞാനില്ലേ. എവിടെയാണ്? ഒഴുകി വരും മണിമുത്തുകളായി ഒരു മുത്തം തരു എൻ കവിളിൽ. ഒഴുകി വരും മണിമുത്തുകളായി ഒരു മുത്തം തരു എൻ കവിളിൽ. ഒഴുകി വരുമ്പോൾ ഓർമ്മയിലെന്നും ഓടക്കുഴൽ വിളി കേൾക്കുമ്പോൾ, ഒഴുകി വരുമ്പോൾ ഓർമ്മയിലെന്നും ഓടക്കുഴൽ വിളി കേൾക്കുമ്പോൾ പറന്നുയരാം കുളിർ പകരാം ഹൃദയം നിറയെ മധുരവുമായി. മഞ്ഞല പോലെ പാറിപ്പോകും കുളിരല ഞാനല്ലേ, മധുവിധുവായി നീ കൂടെ പോന്നാൽ കൂട്ടിന് ഞാനില്ലേ. മഞ്ഞല പോലെ പാറിപ്പോകും കുളിരല ഞാനല്ലേ, മധുവിധുവായി നീ കൂടെ പോന്നാൽ കൂട്ടിന് ഞാനില്ലേ. നീ ഗർഭിണിയാണല്ലേ? ഇനി മേലിൽ നീ എന്നെ കാണാൻ ഇവിടെ പറയരുത്. നീ പോവില്ലല്ലേ? തമ്പി, എടാ തമ്പി, എളുപ്പം പിടിക്കാൻ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കൊണ്ടേ പൊക്കെ തള്ളണം. ശരി ജിമിച്ച. മിനി, നിന്റെ കാഴ്ചപ്പാടിൽ ചുറ്റുവട്ടത്തുള്ള കുടുംബിനികൾ അവരുടെ മക്കളെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലാണ്. ഇവിടെ മക്കളില്ലാത്ത നമുക്ക് എന്നെ ജോലിക്ക് വിടാനുള്ള തിരക്കിലാണ് നീ. ഈ കൂടെ
നമ്മുടെ മക്കളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ നിന്റെ വിഷമം? ഏട്ടാ, എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കൂ വിനി. ഞാൻ സമാധാനിക്കുന്നത് വിനയേട്ടൻ്റെ ഈ സ്നേഹത്തിലും എന്നിലുള്ള ഏട്ടൻ്റെ ഈ കരുതലിലുമാണ്. മക്കളില്ലെങ്കിലും വിനയേട്ടൻ്റെ സ്നേഹം മാത്രം മതി എനിക്ക്. വിനയ, എളുപ്പം വാ എന്റെ പൊന്നു വിനയ, സമയം പോയി. ദാ വരുന്നു, ഞാൻ ഇറങ്ങാം. എളുപ്പം വാ എന്റെ പൊന്നു വിനയ, സമയം പോയി. സമയം പോയെന്നാ തോന്നുന്നത്. വേഗം നാട്ടെ. എടാ വിനയ, അത് കണ്ടോ? അങ്ങോട്ട് പോ. എന്നടാ കാണിച്ചത്? എന്നടാ നീ കാണിക്കുന്നത്? തെണ്ടിത്തരം കാണിക്കുന്നോ? തെണ്ടിത്തരം കാണിച്ചിട്ട് പോവാണോ ഒരു പെണ്ണിനെ കൊണ്ടിട്ട്? അവന്മാർ ഇതിനെ കൊന്നുകൊണ്ടുവന്നാണോ എന്റെ പൊന്നു കർത്താവേ? എടാ തെണ്ടികളെ, എന്റെ പൊന്നു കർത്താവേ, ഇതിനൊന്നും സംഭവിക്കരുത്. മോളെ 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 മോളെ. അയ്യോ, ഇത് കൈവിളിച്ച് അവസാനമാണല്ലോ. അയ്യോ, ഇതെന്ത് പറ്റി എന്റെ ദൈവമേ? ശ്വാസമുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. വേഗം. പിടിക്കേ, എന്റെ ഈശ്വര, ഒന്നും സംഭവിക്കരുത്. വേഗം വേഗം വേഗം, എളുപ്പം. മോളെ 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 കുഞ്ഞെ മോളെ 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 ഒന്ന് വന്ന്. ചേച്ചി ഇവിടെ നിൽക്കും. ഞങ്ങൾ ഈ കൊച്ചിന്റെ വീട് വേറെ അറിയിച്ചിട്ട് ഉടനെ വരാം.
പൈലോച്ച, ഡോക്ടർ പറഞ്ഞത് നന്നായി മർദ്ദിച്ചതിൻ്റെ ലക്ഷണം കാണുന്നുണ്ടെന്നാ. കൂടാതെ ആ കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന്. ഈ അവസ്ഥയിൽ വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിൽ അറിയിക്കാതെ പറ്റില്ലെന്നും പറഞ്ഞു. കർത്താവേ, ഇതിപ്പോ നമ്മൾ ആപ്പിലായല്ലോ. എന്റെ പൊന്ന് കർത്താവേ, എന്നാ വരാനിരുന്ന നേരത്താ നീ ഇത് ഞങ്ങളെ ഏൽപ്പിച്ചത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൈപ്പള്ളി ചാക്കോസറിന്റെ അടുത്ത് നിന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇല്ലെങ്കിൽ പൈലോ പറഞ്ഞ പോലെ നമ്മൾ ആപ്പിലാവും. എന്നാ എളുപ്പം വാ. ശരി. ആരാ മനസ്സിലായില്ലല്ലോ. അത് ഞങ്ങൾ ചാക്കോസറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. എന്താ കാര്യം? തന്നെയല്ല, ആ കുട്ടി പ്രഗ്നന്റ് ആണ്. എത്രയും പെട്ടെന്ന് സാർ ഹോസ്പിറ്റലിൽ ചെല്ലണം. ഇത് പറയാനായിട്ടാ ഞങ്ങൾ വന്നത്. ശരി സാർ, ഞങ്ങൾ ഇറങ്ങുന്നു. തന്നെയല്ല, കുട്ടി പ്രഗ്നന്റ് ആണ്. തന്നെയല്ല, കുട്ടി പ്രഗ്നന്റ് ആണ്. തന്നെയല്ല, ആ കുട്ടി പ്രഗ്നന്റ് ആണ്. തന്നെയല്ല, കുട്ടി പ്രഗ്നന്റ് ആണ്. ഹലോ, ഇനിയൊന്നും നോക്കണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നീ നമ്മുടെ പിള്ളേരെ വിളിച്ചോണ്ട് കട്ടക്കളത്തിലേക്ക് പോവാ. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഓക്കെ, അറിയാം. വേണ്ട, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. മാറിയിരിക്കാനാ പറഞ്ഞത്. ഇതാണ് അവന്മാർ ജോലി ചെയ്യുന്ന കട്ടക്കളം. മേല് കീഴും നോക്കണ്ട, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി ജിമ്മിച്ചായ. എന്നാ പോയേക്കാം.
അവന്മാർ വരുന്നുണ്ട്. ഇത് അവന്റെ ആൾക്കാരാ. വാ. ഉമ്മിച്ചായൻ ഉപേക്ഷിച്ച പെണ്ണിനെ സംരക്ഷിക്കാൻ നീ ആരടാ? സാറേ, സാറേ, ഈ വൈകിയ വേളയിൽ ഈ കുട്ടിയെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? സാറിൻ്റെ സ്വന്തം മോളല്ലേ? സാർ ഈ കുട്ടിയെ സ്വീകരിക്കണം. വേണ്ട. ആര് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ? എനിക്ക് ഇങ്ങനൊരു മകളില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് കൊണ്ടുപോ. എന്റെ മുറ്റത്ത് ഇവിടെ കണ്ടുപോകരുത്. ആ പേര് നീ ഉച്ചരിക്കരുത്. അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് കരുതി ഏറെ ലാളിച്ചതിന്റെ ഫലമായി കാണുന്നത്. വയ്ക്കോ. എനിക്ക് ഈ സമൂഹത്തോടൊരു കടപ്പാടുണ്ട്. അതെനിക്ക് നോക്കണം. കടപ്പാട്, ലാളന, സ്വന്തം കുടുംബത്തോടും മക്കളോടും ഇല്ലാത്ത കടപ്പാട് സമൂഹത്തിന് അപ്പച്ചൻ കൊടുക്കുമോ? എന്നെ ഒന്ന് ലാളിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടുണ്ടോ? എന്റെ ഏതെങ്കിലും കാര്യത്തിന് അപ്പച്ചൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മമ്മി പോയതിനു ശേഷം ഞാൻ ഏകയായിരുന്നു. ആരും എന്നെ സ്നേഹിച്ചിരുന്നില്ല. ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടി അപ്പച്ചനിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ കിട്ടിയ സ്നേഹം തേടി ഞാൻ പോയി. പക്ഷേ അതെന്റെ തലവിധിയായിരുന്നു. ആ സ്നേഹത്തിലെ കാപ്പറ്റി മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. നീ എന്തു പറഞ്ഞാലും നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. കടക്ക് പുറത്ത്. നിന്നെ രക്ഷിച്ചവർ തന്നെ നിന്നെ സംരക്ഷിച്ചോളൂ. ചാക്കോ സാറേ, ഒരാൺകുട്ടിയാണെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിക്കും. സാറേ, ഇതൊരു പെങ്കൊച്ചല്ലേ? സാറൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ കുട്ടി എവിടെ, എങ്ങനെ ഈ അവസ്ഥയിൽ ജീവിക്കും? അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ? ഗുണദോഷിക്കാനും ഉപദേശിക്കാനും സ്നേഹിക്കാനും ഒക്കെ സാറിനും ആകാമായിരുന്നു. മകളെ ശ്രദ്ധിക്കാതെ സാറിന്റെ വഴിക്ക് പോയി. ശരിക്കും തെറ്റുകാരൻ ചാക്കോ സാർ തന്നെ. ഇങ്ങനെ വഴിപഴിച്ചവളെ എന്റെ മകളായി സ്വീകരിക്കാൻ എനിക്ക് മനസ്സില്ല. ഇറങ്ങി പോവർത്ത്. അങ്ങനെ വെല്ലുവിളിക്കരുത് സാറേ. ഇവളെ ഞങ്ങൾ സംരക്ഷിക്കും. എനിക്ക് മക്കളില്ല. എന്റെ ഭാര്യ ഇവളെ ഇരുകൈ നീട്ടി സ്വീകരിക്കും. ഈ മോളെ, വാ മോളെ. സഹകരണമാങ്കിൽ കോടികളുടെ തിരുമറി. നിക്ഷേപകർ അങ്കനാപ്പിൽ. ആ അതെ. ആ എപ്പോ? അയ്യോ എന്റെ ദൈവമേ. അയ്യോ, എല്ലാം പോയി. നമ്മുടെ ബാങ്ക് കിടന്ന പൈസ എല്ലാം പോയി. നമ്മുടെ സഹകരണ ബാങ്ക് പൊട്ടിപ്പോയി. എന്റെ പൈസ, എന്റെ പണം, എന്റെ പണം, എന്റെ പണം, എന്റെ പണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളോടത് ചെയ്തല്ലോ. എന്റെ പൊന്നു മോനെ, എനിക്കിതൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നു കർത്താവേ, എന്റെ പൊന്നു കർത്താവേ, എന്റെ പൊന്നു മോനെ അച്ചായ, ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ചായ? എത്ര ബാങ്കുകൾ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഷെയർ ചെയ്തിട്ടാ പോരായിരുന്നോ? എല്ലാം കൂടെ കൊണ്ട് സഹകരണ ബാങ്കിലേക്ക് കൊണ്ടുപോയി ഉണ്ടാക്കി. ഇനി 10,000-10,000 രൂപയ്ക്ക് എന്ന് തിരിച്ചു കിട്ടാനാ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? നാശം. എല്ലാം കളഞ്ഞു കുളിച്ചു. ഇങ്ങനത്തെ ഒരു തന്ത.
പതുക്കെ. സൂക്ഷിച്ച്. അല്ലേ? ഓഹോ. ഓഹോ. ആരവള്? എന്താ ഇതിന്റെ ഒക്കെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേ? ചേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്കൊന്നും കേക്കണ്ട. മിനി, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ വളരെ ക്ഷമയോടെ കേൾക്കണം. 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 വേണ്ട, വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. വേണ്ട, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഒന്നുകിൽ അവള് അല്ലെങ്കിൽ ഞാൻ. വിനീത, ഞാൻ പറയുന്നത് കേക്ക്. അവളെ എന്ന് വിളിക്കുന്നോ അന്ന് ഞാൻ തിരിച്ചു വരും. വിനീത പറയുന്നത് കേക്ക്. കാര്യം അറിയാതെ ചാടരുത്. വിനീത പറയുന്നത് കേക്ക്. കാര്യം അറിയാതെ സത്യാവസ്ഥ അറിയാതെ ചാടരുത്. അടുത്ത് കയറി. പറയുന്ന കേക്ക്. വിനീത പോകരുത്, പ്ലീസ്. ഞാൻ പറയുന്നത് കേക്ക്. പറയുന്ന കേക്ക്. വിനീത ഇപ്പൊ പോകരുത്. ഒന്നുമില്ല. വിനീത പോകരുത്. പറഞ്ഞ സത്യാവസ്ഥ അറിയുമ്പോൾ പശ്ചാത്തലപ്പിക്കേണ്ടി വരും. ആര് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരാൻ? എനിക്ക് ഇങ്ങനൊരു മകളില്ല. എന്റെ മുറ്റത്ത് ഇവിടെ കണ്ടുപോകരുത്. എന്റെ മുറ്റത്ത് ഇവിടെ കണ്ടുപോകരുത്. മുറ്റത്ത് ഇവിടെ കണ്ടുപോകരുത്. മുറ്റത്ത് ഇവിടെ കണ്ടുപോകരുത്. എന്നെ ഒന്ന് ലാളിച്ചിട്ടുണ്ടോ? എന്നെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടുണ്ടോ? ആരും എന്നെ സ്നേഹിച്ചിരുന്നില്ല. ഒരെന്റെ സ്നേഹത്തിന് വേണ്ടി അപ്പച്ചനിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ സ്നേഹത്തിലെ കാപ്പട്ടി മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഞാൻ വൈകിപ്പോയി. ശരിക്കും തെറ്റുകാരൻ ചാക്കോ സാർ തന്നെയാ. ചാക്കോ സാർ തന്നെയാ. ചാക്കോ സാർ തന്നെയാ. നിർത്ത്. ഇത് തന്നെയാടാ വീട്. വിനയ, നിന്നെ കണ്ട് എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം പറയാനാ ഞാൻ വന്നത്. നിങ്ങൾ 3 പേരും അന്ന് എന്നോട് എതിർത്ത് സംസാരിച്ച് ചില വാക്കുകളാണ് എന്നെ ഉണർത്തിയത്. എന്റേതാണ്. അമ്മയുടെ അഭാവത്തിൽ വളർന്ന എൻ്റെ മകളെ ശ്രദ്ധിക്കുവാനോ സ്നേഹിക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ മോളെ എനിക്ക് വേണം. മോളെ. പൈലോച്ച, വിനീതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് കൂട്ടിക്കൊണ്ടുവരും. സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അവള് തിരിച്ചു വരും. ചെല്ല്. മോളെ ധൈര്യമായിട്ടിരിക്കേ. ഈ പൈലോച്ചേട്ടനല്ലേ പറയുന്നേ. ഞാനിപ്പോ വരാം. ഓക്കെ.
മോനെ, അച്ചായനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ദുസ്വഭാവങ്ങളുള്ള ആളല്ല. മദ്യപാനമില്ല, പുകവലിയില്ല, ചീത്ത കൂട്ടുകെട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് കർത്താവ് വാരിക്കോരി തന്നു. പക്ഷെ മോനെ, നീ അങ്ങനെയാണോ? അപ്പനെ അമ്മയും വേദനിപ്പിക്കുക, തൂർത്തടിക്കുക, തോന്നിയാസം നടക്കുക, ചീത്ത കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം കാണുന്ന കർത്താവ് എല്ലാം തിരിച്ചെടുത്തു. മോനെ, ഇനിയെങ്കിലും നീ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ അവസാനിപ്പിച്ച് തെറ്റുകൾ തിരുത്തി നല്ലവനായി ജീവിക്കാൻ നോക്ക്. ആ ഇവിടെ 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 ഇറങ്ങ. എത്രയായി? ഇതാ നടക്ക. ഓ ഓ സൂക്ഷിച്ചിറങ്ങണേ. ഞങ്ങൾ താമസിച്ചില്ലല്ലോ. ഏട്ടാ, എന്നോട് ക്ഷമിക്കുക ഏട്ടാ. സത്യം മനസ്സിലാക്കാതെയാണ് ഏട്ടനോട് പെരുമാറിയത്. മോളെ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ മോളെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ഞാൻ വളരെ വൈകിപ്പോയി. അമ്മയില്ലാതെ വളർന്ന മകളെ ശ്രദ്ധിക്കാതെ പോയ ഒരു അച്ഛൻ്റെ വേദന ഞാൻ തിരിച്ചറിഞ്ഞത് വളരെ വൈകിയ. എൻ്റെ മോളെ ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. നിങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിന് തടസ്സമായി നിന്ന എൻ്റെ മകളെയും എന്നെയും ശപിക്കരുതേ മക്കളെ. നിങ്ങളെല്ലാവരും കൂടെ വേണം. മോനെ, അപ്പച്ചനും അമ്മച്ചിയും എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു വലിയ തെറ്റ് സംഭവിച്ചു പോയി. അത് കർമ്മത്തിലൂടെ മാത്രമേ തിരുത്താൻ പറ്റൂ. പറ്റില്ല എന്ന് എന്താണെങ്കിലും പറയും മോനെ, പറയരുത്. നിന്റെ ഒരു ആഗ്രഹത്തിന് ഞങ്ങൾ എന്താണെങ്കിലും പറ പറ മോനെ, പറ. പറയ്. അത് പറയ്. അത്
പറ മോനെ. അമ്മച്ചി, ഞാൻ നമ്മുടെ കൈപ്പള്ളി ചാക്കോച്ചന്റെ ഏക മകൾ ജാൻസി സ്നേഹിച്ചു. മോനെ, നീ പോയി ജാൻസിയെ വിളിച്ചോണ്ട് വാ. അവളുടെ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെ വിളിച്ചോണ്ട് വാ. അങ്ങനെ ഇവൻ ഒറ്റയ്ക്ക് ചെന്ന് വിളിച്ചാൽ ആ അച്ഛൻ സമ്മതിക്കൂ? ഒരിക്കലുമില്ല. അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ കൂടെ വന്ന് അവളെ കൈപിടിച്ചു തരണം. വാ മോളെ. വാ. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ട് വരാം. ശരി അച്ചു. അച്ചോ, ഞാനും വരാം. എന്നാ വാ. ചെല്ലേ. അച്ചോ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാണച്ചോ വണ്ടിയിൽ? അതൊരു സർപ്രൈസാ ചാക്കോച്ച. എന്നാ അകത്തോട്ടിരിക്കുക അച്ഛാ. വരാം. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കിയതിന് ശേഷം ചാക്കോച്ചന്റെ വീട്ടിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളവും വാങ്ങി കുടിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ആരാണച്ചാ അത്? അത് ചാക്കോച്ചന് വേണ്ടപ്പെട്ടത് തന്നെയാ. ചാക്കോച്ച, എന്താ ചോ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം അത് പന്താടാനുള്ളതല്ല. അവൾക്ക് തെറ്റുപറ്റിയെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ചാക്കോച്ചനാ. മകളെ സ്നേഹിക്കാതെയും ഗുണദോഷിക്കാതെയും അവളുടെ കാര്യങ്ങളിലൊന്നും തന്നെ ശ്രദ്ധിക്കാതെയും താൻ നാട് നന്നാക്കാൻ നടന്നതിൻ്റെ ഫലമാ ഇപ്പോൾ ജാൻസിമോളും താനും അനുഭവിക്കുന്നത്. ഞാൻ കുറ്റപ്പെടുത്തുമല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു വന്നേ ഉള്ളൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതെ, ജിമ്മി ഇപ്പോൾ പഴയ ജിമ്മി അല്ല. ചെയ്തു പോയതും പറഞ്ഞു പോയതുമായിരിക്കുന്ന എല്ലാ തെറ്റുകൾക്കും അവൻ മനമുരുകി പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യനായി അവൻ മാറിയിരിക്കുന്നു. ജാൻസിയെ പൊന്നു മനസ്സാൽ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഇപ്പോൾ അവളെ സ്വീകരിപ്പാൻ മാനസാന്തരത്തോടെ അവൻ അവൻ്റെ അപ്പനമ്മമാരോടൊപ്പം വന്നിരിക്കുകയാണ്. ജാൻസിക്ക് സമ്മതമെങ്കിൽ പൂർണ്ണ മനസ്സോടെ ചാക്കോച്ചൻ അത് നടത്തിക്കൊടുക്കണം. എന്തു പറയുന്നു ചാക്കോച്ച? ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം.
അതിനായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പച്ചാ, അപ്പച്ചാ. എന്താ ചെയ്യണ്ട മോളെ? മോളെ മോളെ നമുക്കങ്ങോട്ട് ചെന്നാലോ? വാ മോനെ. വാ. ചാക്കോച്ച, ഈ നടന്ന സംഭവങ്ങളെല്ലാം ഞാനും ത്രേസിയും ഇപ്പോ ഇവൻ പറഞ്ഞാണ് അറിഞ്ഞത്. പൊറുക്കാൻ പറ്റാത്ത ചതിയാണ് അവൻ ചെയ്തത്. മാപ്പാക്കണം. എന്റെ മകന് വേണ്ടി ഞാൻ തന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. ജിമ്മി ഇപ്പൊ പഴയ ജിമ്മിയല്ല. ചെയ്ത തെറ്റുകൾക്ക് ഇഞ്ചിഞ്ചായി നീറി ജീവിക്കാണ് അവൻ. ജാൻസിയെ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ വികാരി അച്ഛനുമായിട്ട് ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം. ഇതിപ്പോ ഒരു ചടങ്ങായി മാത്രം കൂട്ടിയാൽ മതി. ക്ഷമിക്കണം. ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരണം. മോളെ ജാൻസി, ഇനി ഇറങ്ങി വാ മോളെ. വാ മോളെ വാ. മോളെ, മാപ്പ്. എന്റെ മോളോട് മാപ്പ്. ജാൻസി, നിന്നോട് ക്ഷമ ചോദിക്കാൻ പോലും ഞാൻ അർഹനല്ല. എങ്കിലും ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും നിന്നോട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. നമുക്ക് അകത്തേക്കിരിക്കാം. മോനെ ജിമ്മി, ചെല്ല്. അപ്പച്ചാ, അമ്മയില്ലാതെ വളർന്ന എൻ്റെ മോക്ക് അമ്മയും അച്ഛനുമാകേണ്ടത് ഞാനായിരുന്നു. എനിക്കതിന് കഴിഞ്ഞില്ല. മകളെ ശ്രദ്ധിക്കാനും കഴിഞ്ഞില്ല. അതിൻ്റെ ഭവിഷ്യത്തായി സംഭവിച്ചതല്ല. എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. എന്റെ മോളിനി ഒരിക്കലും കഷ്ടതകളും ദുഃഖങ്ങളും അനുഭവിക്കരുത്. നിന്റെ കരങ്ങളിലാണ് അവന്റെ ഉത്തരവാദിത്വം. എന്റെ ഈ ഉപദേശം ഒരിക്കലും നീ മറക്കരുത് പോലെ. ചാക്കോച്ച,
യാൻസിയുടെ കൈകൾ പിടിച്ച് ജിമ്മിച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അവറാച്ച, ത്രശ്യാമേ. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തുഷ്ടമായൊരു കുടുംബജീവിതം ആശംസിച്ചു കൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു. മോളെ, നമ്മളിനി ഇങ്ങോട്ടല്ലേ വരുന്നത്? ചടങ്ങുകൾക്ക് ഇനി ദിവസങ്ങൾ കിടപ്പില്ലേ? വാ മോളെ, വാ മോളെ. നിഴലായി മറഞ്ഞോ നിമിഷ സ്വപ്നങ്ങളെ നിന്നിലുണർത്തിയ നായകൻ. നിഴലായി മറഞ്ഞോ നിമിഷ സ്വപ്നങ്ങളെ നിന്നിലുണർത്തിയ നായകൻ. ഏതൊരു ഭദ്രമോഹങ്ങളാം പല്ലവങ്ങൾ നിന്റെ നിദ്രതൻ തീരത്തിലടിഞ്ഞോ. ഭദ്രമോഹങ്ങളാം പല്ലവങ്ങൾ നിന്റെ നിദ്രതൻ തീരത്തിലടിഞ്ഞോ. വികാരതലങ്ങളിൽ നിൻ മന്ത്രഗാനങ്ങൾ വിദൂരമർമരമായോ. എല്ലാം മറക്കാൻ കഴിഞ്ഞുവോ? നിഴലായി മറഞ്ഞോ നിമിഷ സ്വപ്നങ്ങളെ നിന്നിലുണർത്തിയ നായകൻ. ഏതൊരു വൃന്ദാവനികയിൽ നിന്നും ഇതിലെ വന്നു നീ ഹൃദയരാധികേ. നിഴലായി മറഞ്ഞോ നിമിഷ സ്വപ്നങ്ങളെ